ഹായ് ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് മലയാളം ക്ലാസ്സിൽ മലയാള സാഹിത്യം 3 തേർഡ് സെമസ്റ്റർ മലയാളം BAയുടെ പേപ്പറിനെ കുറിച്ചുള്ള ഒരു അവലോകനം, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവലോകനവും ആ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മലയാള സാഹിത്യം 3 എന്ന് പറയുന്ന പേപ്പറിൻ്റെ പരീക്ഷയിൽ വരുന്നത് 80 മാർക്കിന് 2.5 മണിക്കൂറുള്ള ഒരു പരീക്ഷയാണ്. നമുക്ക് മലയാളം പരീക്ഷയെക്കുറിച്ചുള്ള സ്ഥിരമുള്ള ഒരു പരാതി ഞാനിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. സമയം തികയുന്നില്ല എന്നുള്ളതാണ്. ഒരു വാച്ച് വെച്ച് കൃത്യമായി എഴുതേണ്ട പരീക്ഷയാണ് മലയാളം എന്നുള്ളത്. 2.5 മണിക്കൂർ 80 മാർക്ക് സമയം കൃത്യമായിട്ട് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കണം. ഒരു സെക്ഷൻ എ എന്ന് പറയുന്നത് ഒന്നാമത്തെ സെക്ഷനാണ്. 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്കറിയുന്നത് എല്ലാം എഴുതി വെക്കാതിരിക്കുക, ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രം എഴുതുക. പിന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഓരോ ചോദ്യത്തിന് എത്ര സമയം നീക്കി വെക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. 1-2 മാർക്കിന് വേണ്ടി അര പേജോ 4-5 സെന്റൻസ് എഴുതുന്ന ഏർപ്പാട് നിർത്തിയാൽ സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. ചുരുക്കി എഴുതേണ്ട ഒരു ഏരിയ ഇതാണ് എന്നുള്ളതാണ്. ഒരു ചോദ്യത്തിന് 2 മിനിറ്റ് കൂടുതൽ സമയം എടുക്കരുത്. കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് സ്കിപ്പ് ചെയ്ത് പോവുക, പിന്നീട് അത് എഴുതിയെടുക്കുക. ചോദ്യ നമ്പറുകൾ തെറ്റാതെ എഴുതുക, തെറ്റി എഴുതിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സമയം നമുക്ക് കിട്ടുന്ന രീതിയിൽ എഴുതുക. അതുപോലെ സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് ഒരു പുറത്തിൽ കവിയാതെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പേജിന്റെ സൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 5 മാർക്കാണ്. വിശദമായിട്ട് എഴുതണം. പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതാണ് പ്രധാനം. അതിലൊരിക്കലും പോയിന്റ് ഇട്ട് എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ ഒരു പാരഗ്രാഫിന്റെ ഒക്കെ ഫീല് വരാം, പക്ഷേ അതൊരിക്കലും പാരഗ്രാഫ് അല്ല, അല്ലെങ്കിൽ ഖണ്ഡികയല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പിന്നെ പരമാവധി മാർക്ക് എന്ന് പറയുന്ന ഒരു സീലിംഗ്, അവിടെ 35 മാർക്ക് സീലിംഗ് ഉണ്ട്. 5 മിനിറ്റ് കൂടുതൽ സമയം എടുത്താൽ ചിലപ്പോൾ വൈകി പോകുക എന്നുള്ളതൊക്കെ നോക്കുക. ഏറ്റവും അവസാനം ശ്രദ്ധിക്കേണ്ടത് 10 മാർക്കിന് 2 ചോദ്യങ്ങൾ നമുക്ക് അവിടെ വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ണോടിക്കാം. ഈ ഒരു ചോദ്യ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാം, 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന് പറയുന്നുണ്ട്. അതിൽ 2 മാർക്ക് വീതമാണ് വരുന്നത്. 25 മാർക്ക് സീലിംഗ് വരുന്നുണ്ട്. 15 ചോദ്യങ്ങൾ അവിടെ വരും. രണ്ടാമത്തതിൽ 23 വരെയുള്ള ചോദ്യങ്ങൾ, അതായത് 8 ചോദ്യങ്ങൾ വരും. അതിന് 35 സീലിംഗ്, 5 മാർക്ക് വെച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗത്തേക്ക് 2 ചോദ്യങ്ങൾ 10 മാർക്ക്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 2 ഏരിയ എന്ന് പറയുന്നത് ഈ മെയിൻ എസ്സേയുടെ ഭാഗവും പിന്നെ ഈ ഷോർട്ട് എസ്സേയുടെ ഭാഗമാണ്. ഇതിലൂടെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എഴുതി നമ്മൾ 2 വരിക്ക് പകരം 5-10 വരികൾ അല്ലെങ്കിൽ ഒരു എസ്സേ ഒക്കെ എഴുതുന്ന രീതിയിൽ എഴുതി, പിന്നെ ഈ ഷോർട്ട് എസ്സേയിലേക്കൊക്കെ വരുമ്പോൾ ഇത് എഴുതി അങ്ങനെ എത്തും. അവസാനത്തേക്ക് ഈ ഷോർട്ട് എസ്സേയിൽ 2 ചോദ്യങ്ങൾ എഴുതാൻ സമയമില്ല. അതുപോലെ മെയിൻ എസ്സേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്തൊരവസ്ഥ വരും. അപ്പൊ നമുക്കിവിടെ നഷ്ടപ്പെടുന്നത് 20 മാർക്കാണ്. ഇവിടെ നമുക്ക് മാർക്കിൽ കട്ടിംഗ് ഒന്നും വരുന്നില്ല, കൃത്യം മുഴുവൻ മാർക്കും വരുന്നുണ്ട്. 20 മാർക്കിന്റെ ഒരു ഏരിയ കംപ്ലീറ്റ് വിട്ട് കളയാണ്. 80 മാർക്കിന്റെ ഒരു പരീക്ഷയിൽ 20 മാർക്ക് നമ്മൾ കളയുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ്. നമ്മുടെ സമയം കളയുന്ന, മാർക്ക് കളയുന്ന ഏർപ്പാടുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. ഏതായാലും ഈ മറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞാൻ PDF ആയിട്ട് ഇതിന് താഴെ ഞാൻ എന്ത് ചെയ്യാം, വെക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ഒന്നാമത് തേർഡ് സെമസ്റ്റർ BA എക്സാമിനേഷൻ, BA പേപ്പറിന്റെ പേര് മലയാള സാഹിത്യം 3 എന്നുള്ളതാണ്. നമുക്ക് ചോദ്യപേപ്പറിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഈ ഒരു ചോദ്യപേപ്പറിന്റെ പ്രത്യേകത, ഇത് ഒരു കോവിഡ് പശ്ചാത്തലത്തിലൊക്കെ വന്നിട്ടുള്ള ചോദ്യപേപ്പറാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഷോർട്ട് എസ്സേ, അതുപോലെ മെയിൻ എസ്സേയിൽ വലിയ മാറ്റമില്ല, അതിൽ 1 ആക്കി കട്ട് ചെയ്തു, 10 മാർക്കിന്റെ 1 ആക്കി മാറ്റി. അതുപോലെ ഷോർട്ട് എസ്സേയിലും ചെറിയ മാറ്റങ്ങൾ, ഈ പറയുന്ന 2 മാർക്കിൻ്റെനും നല്ല മാറ്റം വന്നു. 3 മാർക്ക് വെച്ചിട്ട് 30 സീലിംഗ് വെച്ചിട്ട് അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. 15 ചോദ്യങ്ങളിൽ 45 കിട്ടുന്നിടത്ത് 30 കിട്ടുന്ന രീതിയിൽ. അത് നോക്കേണ്ടതില്ല, പാറ്റേൺ ഇതിൽ നോക്കേണ്ടതില്ല. ഈ 2020 മോഡലിലെ പാറ്റേൺ നോക്കണ്ട. 21, 22, 23 ഉള്ള പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ. ഗണേഷ് പോയിന്റിന് ആ പേര് വരാനുള്ള കാരണം എന്താണ്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഗണേഷ് പോയിന്റ്. ഇത് ഏത് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? ഇത് നമുക്കറിയാം, രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന ആ ഭാഗത്താണ്, നമ്മൾ ആ പാഠഭാഗത്താണ് ഇത് വരുന്നത്. ഗണേഷ് പോയിന്റിന് ആ പേര് വരാനുള്ള കാരണം, ഗണേഷ് പോയിന്റിന് ആ പേര് വരാനുള്ള കാരണം അതിലെ എഴുത്തുകാരൻ പറയുന്നത് പോലെ ഒരു ഗണേശ വിഗ്രഹം, അല്ലെങ്കിൽ സാക്ഷാൽ ഗണേശന്റെ ഒരു അമ്പലം അവിടെ ഉണ്ട്, ഗണപതിയുടെ ഒരു അമ്പലം അവിടെ ഉണ്ട്. വളരെ പുരാതനമായ ഒരു അമ്പലം, ഒരു ക്ഷേത്രമാണത്. അവിടെ ഗണപതിയുടെ കരിങ്കൽ പ്രതിമയാണ് പ്രതിഷ്ഠ എന്നൊക്കെ എഴുത്തുകാരൻ പറയുന്ന ഒരു രംഗമുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം. 1 ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഗണേഷ് പോയിന്റിന് ആ പേര് വരാൻ കാരണം അവിടെ അതിപുരാതനമായ ഗണപതി ക്ഷേത്രം നിലനിൽക്കുന്നതാണ്. കരിങ്കല്ലിൽ പണിതീർത്ത ഒരു ചെറിയ ഗണേശ വിഗ്രഹമാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ.
ഇത്ര എഴുതിയാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. കൂടുതൽ വിശദീകരിച്ച് എഴുതരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. കല്ല് ദേവിയായി കഴിഞ്ഞു, അപ്പോൾ ആശാരി തീണ്ടാപ്പാടകലെ. എന്താണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട പാഠഭാഗത്തിലെ രംഗമാണ്. അത് നമ്മളൊന്ന് ഓർത്തു നോക്കൂ, ഏത് പാഠഭാഗത്തിലുള്ളതാണ്? നമുക്കറിയാം, പെരുന്തച്ചൻ എന്ന് പറയുന്ന മനോഹരമായ MTയുടെ തൂലികയാൽ നിർമ്മിതമായ മനോഹരമായ ഒരു കൃതി എന്ന് പറയാവുന്ന പെരുന്തച്ചനിലെ ഒരു രംഗമാണത്. കല്ല് ദേവിയായി കഴിഞ്ഞു, അപ്പോൾ ആശാരി തീണ്ടാപ്പാടകലെ. ചോദ്യം എന്താന്ന് പ്രത്യേകം വായിക്കണം. ആരെഴുതി, ആര് പറയുന്നു, സന്ദർഭം ഏത് എന്ന കാര്യങ്ങളൊക്കെ ചോദ്യത്തിന് വരും. നമ്മൾ ഉത്തരം എഴുതുമ്പോൾ നമുക്കറിയുന്നത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഉത്തരം എഴുതാനല്ല, ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഇവിടെ ചോദ്യം ഇതാണ്, സൂചിതം എന്ത്? എന്താണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്? ഈ പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് ഈ എന്താണ് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. 2 പോയിന്റ്, 2 മാർക്ക്, 2 വാക്യം മാത്രം. അപ്പൊ നമുക്ക് എഴുതാം, MT വാസുദേവൻ നായരുടെ പ്രമുഖ കൃതിയായിട്ടുള്ള, പ്രമുഖ രചനയായ, സിനിമയും ആയിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് അതിന്റെ തിരക്കഥയൊക്കെ ഉണ്ട്. പ്രമുഖ സിനിമയായ നമ്മുടെ പെരുന്തച്ചനിലെ ഒരു രംഗമാണിത് എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ 2 മാർക്കിനായതുകൊണ്ട് അത്രയും എഴുതണമെന്നില്ല, അതിനേക്കാൾ ചുരുക്കി എഴുതാം. കൃത്യമായ പോയിന്റും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ, പെരുന്തച്ചൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ പെരുന്തച്ചൻ അത്രയും നാൾ താൻ നിർമ്മിച്ച വിഗ്രഹം എന്ത് ചെയ്തു, അല്ലെങ്കിൽ കല്ല് ദേവിയായി കഴിഞ്ഞപ്പോൾ പൂജക്കായി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കൊത്തുപണി കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആശാരിയെ മാറ്റി നിർത്തി. മതി, തച്ചൻ ഇനി തൊട്ടാൽ അശുദ്ധമാകും എന്നൊരു പ്രയോഗം തമ്പുരാന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം വേദനയോടെ പറയുന്ന വാക്കാണിത്. എന്താണ് ഇതിനെ സൂചിപ്പിക്കുന്നത്? അതാണ് ചോദ്യം. രംഗം നമ്മളിപ്പോ പറഞ്ഞു, സന്ദർഭം ഏത് ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത് മാത്രം മതിയോ? പോരാ. സൂചിതം എന്ത്? എന്താണ് സൂചിപ്പിക്കുന്നത്? ജാതി ചിന്തയാണ് സൂചിപ്പിക്കുന്നത്. അത്രയും നാള് മനോഹരമായ തൻ്റെ കഴിവ്, കരവിരുത് കൊണ്ട് ആ ഒരു വിഗ്രഹം കൊത്തി ഉണ്ടാക്കുന്ന അതേ തച്ചൻ അത് ദേവിയായി കഴിയുമ്പോൾ തൊടുന്നത് അശുദ്ധിയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു വിരുദ്ധത, ഒരു വൈരുദ്ധ്യം എത്രത്തോളം വലിയ ഒരു മണ്ടത്തരമാണ് എന്നുള്ള ഒരു ചോദ്യവും ജാതിയുടെ വിവേചനത്തിന്റെ അർത്ഥശൂന്യതയെയും ജാതി വിവേചനത്തിന്റെ ആഴത്തെയും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് എഴുതാം. അപ്പൊ അത് വളരെ ചുരുക്കി എങ്ങനെ 2 പോയിന്റ് എഴുതാന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമുക്ക് എങ്ങനെ എഴുതാം? പെരുന്തച്ചന്റെ കയ്യിൽ നിന്ന് വിഗ്രഹം എടുത്ത് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ജാതി വിവേചനത്തിന്റെ കൂടി സൂചന വ്യക്തമാക്കുന്ന തരത്തിൽ വേദനയോടെ പെരുന്തച്ചൻ പറഞ്ഞ വാക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കലക്കവെള്ളം തെളിവെള്ളം രണ്ടും കടൽ ഏൽക്കുന്നു, ഇരുട്ടിന്റെ തെറ്റ് പ്രഭാതം തിരുത്തുന്നു, തെറ്റും ശരിയും മനസ്സിലാണ്, സന്ദർഭം വ്യക്തമാക്കുക. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുന്ന പി കുഞ്ഞിരാമൻ നായർക്ക് ഉണ്ടാകുന്ന കുറെ അനുഭവങ്ങൾ, തന്നെ ജന്മനാട് മാടി വിളിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമാണത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറെ കുറ്റബോധമുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് നാട്ടിലെത്തുന്ന കവി പി കുഞ്ഞിരാമൻ നായരുടെ മനസ്സ് മുഴുവൻ കുറ്റബോധമാണ്. ആ കുറ്റബോധത്തിന് മാപ്പുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം അന്വേഷണത്തിനുള്ള ഉത്തരം കൂടിയാണത്. കാരണം എന്ത്? നല്ല വെള്ളമായാലും ചെളിവെള്ളമായാലും കടൽ രണ്ടിനെയും ഒരുപോലെയാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് അതിനെ ശുദ്ധീകരിക്കുന്നു. ഒരു രാത്രി തെറ്റ് സംഭവിച്ചാൽ പ്രഭാതം ആ തെറ്റിനെ തിരുത്തി പുതിയ ഒരു ദിവസം തുടങ്ങുന്നു. അതുപോലെയാണ് മനുഷ്യന്റെ തെറ്റുകൾ പശ്ചാത്താപത്തിലൂടെ പുതിയ ഒരു മാറ്റത്തിലൂടെ നന്മയാക്കി മാറ്റാൻ കഴിയും എന്നൊരു പ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷയാണത്. ഇത്രയുമാണ് അതിൻ്റെ ഒരു ആകത്തുക. വേണ്ടെന്നാണ് പറഞ്ഞത്. ഈ നീതിസാരം കൊണ്ട് നിർത്ത്, സന്ദർഭമേത്? അത് നമുക്കറിയാം, വളരെ മനോഹരമായൊരു നാടകം, വളരെ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളൊരു നാടകം, തനത് നാടകവേദിയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടകം, ഭരതവാക്യം എന്ന് പറയുന്ന ജി ശങ്കരപ്പിള്ളയുടെ നാടകം. അതിലൊരു രംഗമാണത്. തൻ്റെ പഴയ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും തെറ്റുകളുമൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കുന്ന മിത്രത്തോട് സഹികെട്ട് നമ്മുടെ നടൻ പറയുന്ന വാക്കുകളാണ്. അടുത്തതായിട്ട്, ദുഷിച്ച വിധേയത്വത്തിന്റെ ലക്ഷണമായി അടൂർ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് പ്രവണതയാണ്? എന്താണത്? ദുഷിച്ച, ചീത്ത വിധേയം, ഒരു അടിമപ്പെടലിന്റെ ലക്ഷണമായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് പ്രവണതയാണ്, എന്ത് ടെൻഡൻസിയാണ്? അത് സംവിധായകന്റെ കലയാണ് സിനിമ എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്ന പാഠഭാഗത്തിൽ നിന്നാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു കലയാണ്, അതിനെ ആസ്വദിക്കാനുള്ള നിലവാരത്തിലേക്ക് പ്രേക്ഷകരും വരണം. അല്ലാതെ പ്രേക്ഷകർ തീരെ നിലവാരമില്ല എന്ന് പറഞ്ഞ് നിലവാരം കുറഞ്ഞ വെറും അടിച്ചുപൊളി സിനിമകൾക്ക് അപ്പുറത്തേക്ക് കുറച്ച് കലാമൂല്യവും ബോധവും ആശയവും ജീവിതഗന്ധിയുമായ സിനിമകൾ കൊടുക്കണമെന്നും അതിന്
സംവിധായകൻ മാത്രം വിചാരിച്ചാൽ പോരാ. ഇത്രയൊക്കെ നീട്ടി വലിച്ച് എഴുതണ്ട, ഞാനൊരു ആശയം കിട്ടാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. 2 വരി എഴുതിയാൽ മതി. സംവിധായകന്റെ അല്ലെങ്കിൽ സിനിമയുടെ നിലവാരത്തിനൊത്ത് പ്രേക്ഷകനും കാണുന്നവനും ഉയരണമെന്ന് എന്ത് ചെയ്യുന്നു, അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. അതിന് ഉയരുകയും ഒപ്പം ഗുസ്തി മത്സരം, നൃത്തം ഇതൊക്കെ കാണുന്ന അതേ ലാഘവത്തോടെ സിനിമയെ കാണരുത് എന്നുള്ള ഒരു ആശയമൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അതായത് എങ്ങനെയാണ്, സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ ആസ്വാദനത്തിന് പ്രേക്ഷകൻ സ്വന്തം നിലവാരം സൃഷ്ടാവ് അഥവാ സംവിധായകൻ ആവശ്യപ്പെടുന്ന നിലവാരത്തിലേക്ക് ഉയർത്തണം. നാടകം, നൃത്തം, ഗുസ്തി, മാജിക് ഇതെല്ലാം ആസ്വദിക്കാൻ സിനിമാശാല വേണമെന്ന് പ്രേക്ഷകൻ നിർബന്ധം പിടിക്കരുത്. അതൊരു ദുഷ്ട വിധേയത്താണ്. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഒരൊറ്റ കല തന്നെയാണ്. അതിൽ ഗുസ്തി പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഒരു രീതിയൊന്നും വേണ്ട, അല്ലെങ്കിൽ അതൊരു ശരിയല്ല എന്നൊരു ധാരണ അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണത്. അതവിടെ നിൽക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ കാലത്തിലേക്ക് നീണ്ടു വന്നെത്തുന്ന പഴയൊരു ജീവിത കഥയുടെ പുനരാവിഷ്കാരമാണിത്. എൻ പ്രഭാകരന്റെ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? എൻ പ്രഭാകരൻ സൂചിപ്പിക്കുന്ന ഈ പ്രസ്താവന തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തന്നെ നാടകമായ പുലിജന്മം എന്ന് പറയുന്ന നാടകത്തെ കുറിച്ചാണ്. അത് പുലിമറഞ്ഞ തൊണ്ടച്ചൻ എന്ന് പറയുന്ന ഒരു 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 മനോഹരമായ ഒരു ഗ്രാമീണ കഥയുടെ ഒരു വിശ്വാസ ഒരു മിത്ത് പരമായിട്ടുള്ള വിശ്വാസം നിലനിൽക്കുന്നു, വിശ്വസിക്കാമോ, ജീവിതബോധങ്ങളിൽ നിന്ന് മനുഷ്യൻ കണ്ടെത്തുന്ന മിത്ത് എന്ന് പറയുന്ന ഒരു ആശയം അല്ലെ, മിത്തുകൾ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന കഥകൾ, അത്തരം കഥകളിൽപ്പെട്ട പുലിമറഞ്ഞ തൊണ്ടച്ചനെ കുറിച്ചുള്ള ഒരു കഥയെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ആരാണ് സൂചിപ്പിക്കുന്നത്, എന്തിനെ കുറിച്ചാണ്? എൻ പ്രഭാകരൻ പുലിജന്മം എന്ന തൻ്റെ നാടകത്തെക്കുറിച്ചും പുലിമറഞ്ഞ തൊണ്ടച്ചൻ എന്ന വ്യക്തിയെക്കുറിച്ചൊക്കെയാണ് അത് വരുന്നത്. രാരുഗുരുക്കൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചൊക്കെ. സ്വന്തം കണക്ക് കൂട്ടിയപ്പോൾ തെറ്റി, അന്ന് നിർത്തി, അങ്ങനെയുള്ളവൻ മറ്റുള്ളവരുടെ ഭാവി പറയരുത്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പെരുന്തച്ഛനോട് ഒന്ന് കണക്ക് കൂട്ടി തൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ, അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് ഗ്രഹിച്ച് എല്ലാം ഒന്ന് ജ്യോതിഷം ഒന്ന് നോക്കാമോ എന്ന് പറയുന്ന സമയത്ത്, ഗണിച്ചു പറയാമോ എന്ന ചോദ്യത്തിന് തമ്പുരാനോട് തിരിച്ചു പറയുന്ന വാക്കാണിത്. ആര്? പെരുന്തച്ഛൻ പറയുന്നതാണ്. എൻ്റെ കണക്കൂട്ടൽ സ്വന്തം ഭാര്യയുടെ മരണത്തെ തിരിച്ചറിഞ്ഞില്ല, അത് തിരിച്ചറിയാതെ പോയി, വിവാഹം കൂടുതൽ നാള് ദീർഘ മാംഗല്യം ലഭിക്കുമെന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല, അങ്ങനെയുള്ള ഞാനിനി നോക്കുന്നതിൽ അർത്ഥമില്ല, ഭാര്യ മരിച്ചു പോയതിന്റെ വേദന അവിടെ കാണാം. ആ ഒരു ചോദ്യത്തിനുള്ളത് നമുക്ക് വ്യക്തമായി ഈ പറഞ്ഞ പോലെ പെരുന്തച്ഛന്റെ ചോദ്യമാണ് അത്, അതിനുള്ള ഉത്തരമാണ്. അടുത്തതായിട്ട് ഈ ജീവിത സമീപനത്തിൽ, ക്ഷമിക്കണം, 8ാമത്തെ ചോദ്യമാണ്. ധനത്തിലുള്ള മോഹം മാറ്റാതെ വന്നാൽ ഒരു ആവർത്തനം വന്നിട്ടുണ്ട്. ധനത്തിലുള്ള മോഹം മാറ്റാതെ വന്നാൽ യോഗം പഠിക്കാൻ സാധ്യമല്ല. ധനത്തിലുള്ള മോഹം ധനം കൊണ്ടേ മാറുകയുള്ളൂ. വക്താവാര് സന്ദർഭം വ്യക്തമാക്കുക. അത് നമ്മുടെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന ആ പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്. എഴുത്തുകാരനായുള്ള രാജൻ കാക്കനാടൻ പറയുന്ന പ്രയോഗമാണത്. അദ്ദേഹം പറയുന്നത് പൂനെയിലുള്ള രജനീഷ് എന്ന് പറയുന്ന സന്യാസിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഓഷോ രജനീഷ് വളരെ പ്രസിദ്ധനാണല്ലോ ഓഷോ. അപ്പോൾ ഓഷോ രജനീഷ് പറയുന്ന ഒരു വാക്യാണത്. പണത്തിനോട് ആർത്തിയുള്ള ഒരാൾ ഒരിക്കലും സന്യാസത്തിന് വന്നിട്ട് കാര്യമില്ല. ധനത്തിനോടുള്ള ഒരു മോഹം മാറിയാൽ മാത്രമേ അയാൾക്ക് വരുന്ന സന്യാസത്തിന് കാര്യമുള്ളൂ. ധനത്തിനുള്ള മോഹം മാറണമെങ്കിൽ ധനം തന്നെ കിട്ടണം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, തൃഷ്ണകൾ തീരണമെങ്കിൽ അത് കിട്ടിയാലേ തീരൂ, അല്ലാതെ വേറെ അതിന് പകരം എന്ത് കൊടുത്തിട്ടും എത്ര സന്യസിച്ചിട്ടും കാര്യമില്ല. ഇത് അദ്ദേഹം ചിന്തിക്കാണ്ടായ കാരണം, ഒരു സാധുവായ സാധാരണക്കാരനായ പട്ടിണി കിടക്കുന്ന അന്നന്ന് ജോലി എടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരന്റെ അടുത്ത് പോയിട്ട് സ്വാമിയുടെ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് അന്നത്തെ കൂലി കിട്ടണം, അല്ലെങ്കിൽ അന്നത്തെ പണി കിട്ടണം, അന്നത്തെ ഭക്ഷണം കിട്ടിയാലേ പിന്നെ വേദാന്തമൊക്കെ കേട്ടിട്ട് കാര്യമുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഭാഗം ഇവിടെയാണ്. ഇതാണ് 8ാമത്തെ ചോദ്യം. പൂനെയിൽ രജനീഷ് എന്നറിയപ്പെടുന്ന ഒരു യോഗി വര്യനുണ്ട് അല്ലെ. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് എന്താണ്? എൻ്റെ അടുത്ത് വന്നാൽ പാവപ്പെട്ടവനാണ് വരുന്നതെങ്കിൽ അവനോട് പണക്കാരനായിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നത്. എല്ലാ മോഹങ്ങളും തീർന്നാലേ മനുഷ്യന് എല്ലാത്തിനും ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതത്തിലേക്ക് വരാൻ പറ്റും എന്നൊരു ആശയമാണ്. വളരെ പ്രാക്ടിക്കലായ പ്രായോഗികമായ ഒരു കാര്യമാണ് രജനീഷ് എന്നറിയപ്പെടുന്ന ഓഷോ പറയുന്നത്. ഈ ഭാഗമാണ് കേട്ടോ 8ാമത്തെ ചോദ്യം. അടുത്തതായിട്ട് 9ലേക്ക് വരാം. ഈ ജീവിത സമീപനത്തിന്റെ സൗന്ദര്യപരമായ ആവിഷ്കാരങ്ങളാണ് വേദ ഇതിഹാസങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ രചനകളും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ വേദ ഇതിഹാസങ്ങളും പറയുന്നത് മനുഷ്യന്റെ തൃഷ്ണകളെ കുറിച്ച്, യുദ്ധങ്ങളെ കുറിച്ച്, പോരാട്ടങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ട ചില മൂല്യബോധങ്ങളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ. അതും ഈ പറഞ്ഞതുപോലെ
ഒരു ഉപനിഷത്തുക്കളൊക്കെ പറയുന്നത് ഈ മനുഷ്യന്റെ തൃഷ്ണകളെ ശമിപ്പിക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും മാറി നടക്കാനും അതിനെ അതിജീവിക്കാനും ഒക്കെയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു കരച്ചിൽ എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി, സന്ദർഭം എഴുതുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം തന്നെയാണ്. നമുക്കറിയുന്നത് പോലെ കരുതി വെച്ച ഒരു ഇലച്ചോറ് എന്ന് പറയുന്ന നമ്മുടെ ഈച്ചര വാര്യരുടെ പാഠഭാഗം, സ്വന്തം മകനെ നഷ്ടപ്പെട്ട പിതാവ് അല്ലെ, സ്വന്തം മകനായ രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് നഷ്ടപ്പെടുമ്പോൾ കരുണാകരനെ കാണാൻ പോകുന്ന രംഗമൊക്കെ അവിടെ അല്ല ഇത് എഴുതേണ്ടത്. അതല്ല എഴുതേണ്ട, ആ പാഠഭാഗമാണ് എഴുതേണ്ടത്. എവിടെയാണ്? മകൻ ജയറാം പടിക്കലിന്റെ നേതൃത്വത്തിലുള്ള കക്കയം ക്യാമ്പിൽ ഉണ്ട് എന്നറിഞ്ഞെത്തിയ ഈച്ചര വാര്യർ ഈച്ചര വാര്യരെ ഗേറ്റിൽ വെച്ച് പോലീസുകാരൻ തടയുന്നു. അയാൾ പറയുന്നത് എത്ര പറഞ്ഞിട്ടും കേൾക്കാതിരിക്കാൻ എന്ത് ചെയ്യാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അല്ലെ, ശ്രദ്ധിക്കാതിരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കരച്ചിൽ എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി എന്നാണ് അവിടെ പറയുന്നത്. ആ പോലീസുകാരൻ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് രംഗം. അതാണ് ആ രംഗം. അപ്പൊ അത് വളരെ കൃത്യമാണ്. ഈ പറഞ്ഞ കരുതി വെച്ച ഒരു ലച്ചോറ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അടുത്തതിലേക്ക് പോകാം. എന്നെ ചൂഴ്ന്നു നിൽക്കുന്ന അന്ധതയുടെ കനത്ത മതിലുകൾ പിഴുതെറിയാൻ ഞാൻ തീർച്ചപ്പെടുത്തി. ആരുടേതാണ് ഈ തീരുമാനം? സൂചിതമെന്ത്? തൻ്റെ സമുദായത്തിലെ അങ്ങേയറ്റം മോശപ്പെട്ട ചൂഷണങ്ങളും ദുഷിച്ച പ്രവണതകളെയും കുറിച്ച് വീട്ടി ഭട്ടതിരിപ്പാട് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്നെ ചൂഴ്ന്നു നിൽക്കുന്ന, എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വിഭാഗത്തിനിടയിലുള്ള ഈ ഒരു അന്ധത നിറഞ്ഞ കനത്ത അധികാരത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും മതിലുകൾ തകർത്തെറിയണമെന്നും എൻ്റെ സമുദായത്തിന് മോചനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി വീട്ടി ഭട്ടതിരിപ്പാട് എടുത്ത തീരുമാനമാണിത്. പാശ്ചാത്യരുടെ നാടക സങ്കല്പത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണ്? ഡയലോഗിന്റെ കാര്യത്തിൽ, സംഭാഷണത്തിന്റെ കാര്യത്തിൽ, വിഷയങ്ങളുടെ കാര്യത്തിൽ, അതിന് രംഗസജ്ജീകരണത്തിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ, അതിലൊരു ഉടമ അടിമ അല്ലെ ബന്ധങ്ങളൊക്കെ നിലനിന്നിരുന്നതിൽ നിന്ന് അതിന്റെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, എൻറിക് ഇബ്സനെ പോലെയുള്ള ആളുകളുടെ ഇടപെടലുകളും മറ്റൊക്കെ. റോസി തോമസ് CJ അയച്ച ആദ്യ കത്തിന്റെ പ്രത്യേകത എന്താണ് പ്രത്യേകത? ആദ്യം അയച്ചിരുന്ന കത്തിൽ ഒരു പുൽച്ചാടിയെ, ഒരു പച്ച പുൽച്ചാടിയെ എന്ത് ചെയ്യാണ്, പച്ചക്കുതിര അല്ലെ, പച്ചക്കുതിര എന്ന് നാടൻ രീതിയിൽ വിളിക്കുന്ന പച്ച പുൽച്ചാടിയെ കൊന്ന്, നല്ല മുഴുത്ത ഒന്നിനെ എന്നൊക്കെ പറയുന്നുണ്ട്, കൊന്ന് അതിനെ ഒരു വെള്ളക്കടലാസിൽ പതിച്ചു വെച്ച് അതാണ് കത്തായിട്ട് അയച്ചത്. വേറെ ഒന്നും എഴുതിയില്ല. കാരണം റോസി തോമസിനെ CJ തോമസ് കളിയാക്കി വിളിച്ചിരുന്നത് പച്ചക്കുതിര എന്നാണ്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് ആദ്യത്തെ കത്തയക്കുന്നത്. അവതാരങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? എപ്പോഴാണ് അവതാരങ്ങൾ പിറവിയെടുക്കുക? അതിനെക്കുറിച്ച് സ്വാമിജി പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ മസ്തിഷ്കത്തിലാണ്, തലച്ചോറിലാണ് അവതാരങ്ങൾ പിറവിയെടുക്കുന്നത്. ഓരോ കാലത്തും അന്ധതയുടെയും തെറ്റുകളുടെയും മോശപ്പെട്ട പ്രവണതകളുടെയും കാലം വരുന്ന സമയത്ത് ഓരോ കാലങ്ങളിലും അത് ഉണ്ടാകും എന്ന് സ്വാമിജി പറയുന്നു. അപ്പൊ അത് 14ാമത്തെ ചോദ്യമാണ്. അതിനൊരു ഏതാണ് ഭാഗം എന്നുള്ള ഇവിടെ ഉണ്ട് അല്ലെ. മസ്തിഷ്കമാണ് അവതാരങ്ങളുടെ ജന്മഭൂമി. ചപലവും വ്യർത്ഥവുമായ ചിന്തകൾ വർദ്ധിക്കുമ്പോൾ, ഇരുട്ട് വെളിച്ചത്തെയും ആവാഹിക്കുമ്പോൾ അവതാര സമയം വരും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു പ്രയോഗം. ഇതാണ് ഭാഗം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇടപ്പള്ളിയിൽ വീണ്ടും തീയെറിഞ്ഞു ബഹുരസം, ആളിപ്പടരുന്ന തീനാളത്തിന്റെ ചൂടും ചൈതന്യവും എന്നിലുദിക്കുന്ന വ്യാമോഹങ്ങളെ പാകപ്പെടുത്താൻ ഉപകരിച്ച് സൂചിതമെന്ത്? അത് നമ്മുടെ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ഒരു അനുഭവവും അദ്ദേഹത്തിനുണ്ടായ അമ്മുക്കുട്ടിയുമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രണയരംഗവും അതിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും അതിന്റെ തകർച്ചയും തളർച്ചയും, ഇങ്ങനെ കുറെ അല്ലെ, ഒരു വല്ലാത്തൊരു അവസ്ഥ, അങ്ങനെയുള്ള പിന്നെ അദ്ദേഹത്തിന്റെ വേദന നിറഞ്ഞ ഒരു അനുഭവം, ഒരു പ്രണയ നൈരാശ്യവും ദുഃഖവും അവസാനം അദ്ദേഹം എത്തിപ്പെടുന്ന ഒരു മാനസികാവസ്ഥയും ഒക്കെയാണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇനി കേദാർനാഥിനെ കുറിച്ചുള്ള ഐതിഹ്യം ചുരുക്കി എഴുതുക. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? മെയിൻ എസ്സേ തീർന്ന് ഷോർട്ട് എസ്സേയിലേക്ക് വരികയാണ്. പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ. നമുക്ക് ഈ ഒരു പാറ്റേൺ അല്ല, പുതിയ പാറ്റേണിൽ 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അവിടെ വരുന്ന സമയത്ത് കേദാർനാഥിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് എഴുതാൻ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എഴുത്തുകാരനായിട്ടുള്ള രാജൻ കാക്കനാടൻ ഹിമവാന്റെ മുകൾ തട്ടിൽ പറയുന്നതാണത്. കേദാർനാഥിനെ കുറിച്ച് പറയുന്നത് മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്യാണ്, പഞ്ചപാണ്ഡവർ ഹിമാലയ പർവ്വതങ്ങളൊക്കെ കയറി ഇറങ്ങി സഞ്ചരിക്കുന്ന ഒരു സമയത്താണ് അത് നടക്കുന്നത്. അതില് എന്ത് ചെയ്യാണ്, ഭാരത യുദ്ധത്തിന് ശേഷം ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം മോക്ഷപ്രാപ്തിക്കായിട്ട് ശിവനെ തിരഞ്ഞു പോകുന്നു. ശിവനാകട്ടെ ഇവരിൽ നിന്ന് കടന്നു കളയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഇവരുടെ
യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് ശിവൻ. പിന്നീട് എന്ത് ചെയ്യാണ്, ഗംഗയുടെ തീരത്തുകൂടി ദേവപ്രയാഗിലെത്താണ്. അതിനുശേഷം അളകനന്ദയുടെ തീരം പിടിച്ച് രുദ്രപ്രയാഗിലെത്തുന്നു. ആ സമയത്ത് ഗുപ്തകാശിയിലെത്തി ഒളിച്ചിരിക്കുന്നു. ഉത്തരാഖണ്ഡ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ പഞ്ചപാണ്ഡവർ ഒടുക്കം എന്ത് ചെയ്യാണ്, ഗുപ്തകാശിയിലെത്തിയപ്പോൾ ശിവൻ കേദാർനാഥിലേക്ക് പോവുകയാണ്. അങ്ങനെ ഋഷിവര്യന്മാരൊക്കെ സഹായിച്ച് അവിടെ എത്തുന്നു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ വന്നെടുക്കുന്നു. ആ ചെന്നായ്ക്കളിൽ ഏറ്റവും വലുതിനെ അവര് പോരാടി. അതിൽ കൂട്ടത്തിൽ വലിയ ചെന്നായിയുടെ കഴുത്ത് വെട്ടുന്ന സമയത്ത് ഭീമസേനാണ് വെട്ടുന്നത്, കയ്യിലുള്ള വാളെടുത്തിട്ട്. ആ സമയത്ത് ഓരോരോ ചെന്നായ്ക്കളായിട്ട് ചത്ത് വീഴുന്നതിനിടയിൽ ഏറ്റവും വലുതിന്റെ ഒരു ചെന്നായയുടെ ഉടൽ എന്ത് ചെയ്യാണ്, ഭൂമിയിൽ വീണുന്നു. പക്ഷെ അതിന്റെ തല ആകാശത്തേക്ക് ഉയർന്നു പോവുകയും ഒടുക്കം കുറെ പർവ്വതങ്ങൾക്ക് അപ്പുറത്ത് പോയിട്ട് ഒടുക്കം ആ ഉടൽ എന്ത് ചെയ്യാണ്, തല വേറെ സ്ഥലത്തേക്കും ഉടൽ വേറെ സ്ഥലത്തേക്കും വരുന്നു. ആ ഉടൽ ശരീരം വീണ സ്ഥലത്താണ് ഇന്ന് നമ്മൾ പറയുന്ന കേദാർനാഥ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ആ ചെന്നായ യഥാർത്ഥത്തിൽ ആരായിരുന്നു? ശിവൻ തന്നെ വേഷപ്രച്ഛന്നനായി വേഷം മാറി വന്ന ശിവനായിരുന്നു എന്നൊക്കെയുള്ളതാണ് അതിന്റെ ഐതിഹ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം ചുരുക്കി എഴുതുക കേട്ടോ. ആത്മകഥാ സാഹിത്യം എന്നാൽ എന്ത്? മലയാളത്തിലെ ആത്മകഥാ രചനകളെ സാമാന്യമായി പരിചയപ്പെടുത്തുക. ആത്മകഥാ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളെ കുറിച്ച്, അയാളുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരു വ്യക്തി മറ്റൊരാളുടെ ജീവിതത്തെ കുറിച്ച് എഴുതുമ്പോൾ അത് ജീവചരിത്രം എന്നറിയപ്പെടുന്നു. മലയാളത്തിൽ എണ്ണം പറഞ്ഞ മികച്ച ഒരുപാട് ആത്മകഥകളുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാവുന്ന മനോഹരമായിട്ടുള്ള ആദ്യമായിട്ടൊരു സ്ത്രീ എഴുതിയ ആത്മകഥ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി കല്യാണിക്കുട്ടിയമ്മയുടെ വ്യാഴവട്ട സ്മരണകൾ. തൻ്റെ ഭർത്താവായ സാക്ഷാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നെ പഠിക്കാനുള്ള ഒരു അല്ലേ, ഇവൻ എൻ്റെ പ്രിയ സീജ എന്നുള്ളത് ഒരേ സമയം ആത്മകഥയുമാണ്, അതേസമയം സീജയെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ, അതുപോലെ NN പിള്ളയുടെ നാടക ആചാര്യനായ NN പിള്ളയുടെ ഞാൻ എന്ന് പറയുന്ന കൃതി, പിന്നെ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ. ഇങ്ങനെ ഒരുപാട് ആത്മകഥകൾ എന്തുണ്ട്, മലയാളത്തിലുണ്ട്. കുറച്ച് ആത്മകഥകളൊക്കെ പഠിച്ചു വെക്കുന്നത് നന്നാവും, നമുക്ക് കുറച്ച് എഴുതാനൊക്കെ പറ്റുന്ന രീതിയിൽ. ആത്മകഥാ സാഹിത്യം സത്യസന്ധമായിരിക്കണം ആത്മകഥ എന്നൊക്കെ രീതിയിലൊക്കെ എഴുതുക. ആത്മകഥ എന്തെന്ന് എഴുതുക, ആത്മകഥയെക്കുറിച്ച് 2-3 പോയിന്റുകൾ എഴുതുക. സത്യസന്ധമായിരിക്കണം, സമഗ്രമായിരിക്കണം, ജീവിതത്തിനെ കുറിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു പറയുന്നതായിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. കൂട്ടത്തില് സാക്ഷാൽ നമ്മുടെ മഹാനായ എഴുത്തുകാരൻ, അല്ലെങ്കിൽ വളരെ തുറന്നെഴുതിയ എഴുത്തുകിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആത്മകഥ രചന ഏതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണ പോലെയുള്ള കൃതികളൊക്കെ വേണമെങ്കിൽ പരാമർശിച്ചു പോകാം. ഓക്കെ, രാമാദാശ്രമത്തിന്റെ സവിശേഷത വിവരിക്കുക. അത് നമ്മുടെ കവി പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗത്ത് നിന്ന് വരുന്നതാണ്. അദ്ദേഹം ആ ഒരു അവസാന രംഗത്ത് അദ്ദേഹം തൻ്റെ ജന്മനാട്ടിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ആ ഒരു അതിലൂടെ നടക്കുന്ന കുറെ കുറ്റബോധവും വേദനയൊക്കെ നിറഞ്ഞൊരു രംഗം. അതിനിടയിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹം പതിയെ ആ പാഠഭാഗം അവസാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു ആശ്രമത്തിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ അന്തരീക്ഷം മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം അല്ലേ, ഒരു ആഗ്രഹവും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആഗ്രഹവും അതേസമയം തൻ്റെ ജീവിതത്തിൽ ഒരു മനസ്സമാധാനം കിട്ടുന്ന ഒരു രംഗമാണ് ആശ്രമത്തിൽ എത്തുന്നത് ആയിട്ട് അദ്ദേഹം വിവരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പുഷ്പഗോപുരം എന്ന് പറയുന്ന പാഠഭാഗം പ്രത്യേകം ഓർക്കേണ്ടത് അതാണ്. ഓക്കെ, അപ്പൊ ഏതായാലും അങ്ങനെ അടുത്തത് ശില്പി, സുഹൃത്ത്, പിതാവ് എന്നീ നിലകളിലുള്ള പെരുന്തച്ഛന്റെ ആത്മസംഘർഷങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് പെരുന്തച്ഛൻ. സമർത്ഥിക്കുക എന്നുള്ള ചോദ്യത്തിന് നമ്മളത് വാദമായിട്ട് പറയണം, പറഞ്ഞ് ഉത്തരമായിട്ട് തന്നെ കൊണ്ടുവരണം. ശില്പി, സുഹൃത്ത്, പിതാവ്. ഒരാൾക്ക് പല പല റോളുകളുണ്ട്. ചോദ്യം അങ്ങനെ തന്നെ ആവണം. ശില്പി എന്ന രീതിയിൽ പെരുന്തച്ഛന്റെ സംഘർഷം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശില്പി എന്ന നിലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പോരാട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? പഴയ കാലത്തിനോടും പുതിയ കാലത്തിനോടും. ശില്പി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പഴയ കാലത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ രീതികളും വിശ്വാസ ജാതി വ്യവസ്ഥ അടക്കമുള്ള കാര്യങ്ങളും. അതേസമയത്ത് പുതിയ കാലത്ത് മകൻ എന്ന് പറയുന്ന ശില്പി ചെയ്യുമ്പോൾ അത് പഴമയെ ധിക്കരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അമർഷം, പ്രതിഷേധം, പ്രതിരോധം, അതൊക്കെയാണ്. അതേസമയത്ത് സുഹൃത്ത്, ഇതിലെ പ്രധാനപ്പെട്ട ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം, സ്വന്തം മകനെ കൊല്ലാൻ പോലും അദ്ദേഹത്തെ പ്രേരിപ്പിച്ച 2 കാര്യങ്ങളിൽ ഒന്ന് അത് സൗഹൃദമാണ്. നല്ല ഒരു സൗഹൃദമാണ്. വെറും ഒരു മകന്റെ അസൂയയാണ് എന്ന് പറയുന്നത്, മകനോടുള്ള അസൂയാണെന്നൊക്കെയുള്ള വീണ്ടും വിചാരങ്ങൾ അല്ലെങ്കിൽ വെറും
സംസാരങ്ങൾക്ക് അപ്പുറത്ത് അതല്ലാന്ന് തെളിയിക്കാൻ MT ഉപയോഗിച്ചത് ആ സൗഹൃദത്തെയാണ്. കൊട്ടാരത്തിൽ അല്ലെങ്കിൽ തമ്പുരാനുമായിട്ടുള്ള ബന്ധം നെടുമുടി വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രം അല്ലേ, ആ ഒരു ഉണ്ണിത്തമ്പുരാൻ എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രമായിട്ട് നമ്മുടെ എഴുത്തുകാരനുള്ള, അല്ലെങ്കിൽ എഴുത്തുകാരനല്ല, നമ്മുടെ സാക്ഷാൽ പെരുന്തച്ഛനുള്ള ബന്ധം, ആ സൗഹൃദം, അത് മകനെ കൊല്ലാൻ വരെ പ്രേരിപ്പിച്ചു. മറ്റൊന്ന് തൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ജാതി വ്യവസ്ഥയും സമൂഹത്തിന്റെ നിലനിൽപ്പിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള മകന്റെ പെരുമാറ്റം. പക്ഷെ ശക്തമായ ഒരു കാര്യം അത് തന്നെയാണ്, മകനെ കൊല്ലാണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു കാര്യം ആ സൗഹൃദം തന്നെയാണ്. അത് നമ്മൾ പറയേണ്ടതാണ്. സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹം നേടുന്ന കുറെ മാനസിക സംഘർഷങ്ങൾ. പിതാവ് മകനോട് ഇഷ്ടവും വാത്സല്യവും സ്നേഹവും എല്ലാം ഉണ്ട്. അവൻ ചെയ്യുന്ന ചില കാര്യങ്ങളെ പുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. അവന്റെ ചോദ്യം ചെയ്യലുകൾക്ക് അയാൾ പലപ്പോഴും അത്ഭുതത്തോടു കൂടി ആശ്ചര്യപ്പെടുന്നുണ്ട്, അവനെ അംഗീകരിക്കുന്നുണ്ട്. അവന്റെ കലകളെ പിതാവ് എന്ന രീതിയിൽ ഇഷ്ടപ്പെടുകയും അംഗീകരിക്കും, അവന്റെ പ്രവൃത്തികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അവൻ ചെയ്തു വെക്കുന്ന അത്ഭുതങ്ങളിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു പിതാവിനെ നമുക്ക് അവിടെ കാണാം. അതേ സമയത്ത് തൻ്റെ മകൻ അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് തമ്പുരാട്ടിയെ വേൾക്കാൻ, ആഗ്രഹിക്കാൻ, പ്രണയിക്കാൻ ശ്രമിക്കുന്നത് തന്നെ തെറ്റാണെന്നുള്ള രീതിയിൽ ഒരു പിതാവിന്റെ വേവലാതിയും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. പലതരത്തിൽ പിതാവെന്ന രീതിയിൽ അദ്ദേഹം മകനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പരാജയപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് എന്താണ്, ഒരു പിതാവ് എന്നുള്ളൊരു സംഘർഷം ഉള്ളിലുണ്ട്. എവിടെ നിൽക്കണം, ആരുടെ ഒപ്പം നിൽക്കണം, മകനെ ശരിയാണെന്ന് വിചാരിക്കുമ്പോഴേക്കും മകൻ തെറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുമ്പോൾ മാറി നിൽക്കേണ്ടിയിരുന്ന പിതാവ്, സുഹൃത്ത്, ശില്പി എന്നുള്ള രീതിയിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷങ്ങളുടെ സിനിമ ആഖ്യാനം, ചലച്ചിത്ര ആവിഷ്കാരമാണ് തീർച്ചയായിട്ടും പെരുന്തച്ഛൻ എന്ന് നമുക്ക് പറയാം. മകനെ തേടി കക്കയം പോലീസ് ക്യാമ്പിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം ജയറാം പടിക്കലിനെ കാണാൻ ശ്രമിക്കുന്നു, അവർ സമ്മതിക്കുന്നില്ല. മറ്റു പലരെയും, കോളേജിലെ പലരെയും കാണുന്നുണ്ടെങ്കിലും സ്വന്തം മകനെ കാണാൻ പറ്റുന്നില്ല. അവരെ അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. പോലീസുകാരന് കാര്യം പറഞ്ഞപ്പോൾ അയാൾ എന്തൊക്കെയോ മറക്കുന്നത് പോലെ തോന്നി, എന്തൊക്കെയോ അയാൾ മുഖത്തേക്ക് ശ്രദ്ധിക്കാതിരുന്നു. ഇതൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു. മകന്റെ അച്ഛ എന്ന നിലവിളി കക്കയം ക്യാമ്പിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഈശ്വരവർക്ക് തോന്നി. ഇങ്ങനെയൊക്കെയാണ് അതിൽ പറയാനുള്ളത്. മലയാള നാടകരംഗത്ത് PM താജിന്റെ സംഭാവനകൾ വിലയിരുത്തുക. മലയാള നാടകവേദിക്ക് PM താജിന്റെ സംഭാവനകൾ എന്താണ്? തീർച്ചയായിട്ടും PM താജിനെ പോലെയുള്ള ഒരു നാടകകൃത്ത് മലയാള നാടകവേദിയിൽ തനത് നാടക വേദിക്ക് ഒരുപാട് സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ കുടുക്ക എന്ന് പറയുന്ന നാടകം, രാവുണ്ണി എന്നൊക്കെ പറയുന്ന നാടകം ജീവിതത്തിലെ പ്രശ്നങ്ങളെ, കടക്കണിയിൽ പെടുന്ന സാധാരണക്കാരന്റെ, നമ്മളിപ്പോ ജീവിക്കുന്ന EMI ലോണ് കാലത്താണ്, അങ്ങനെ അത് മുന്നേ കൂട്ടി അന്നത്തെ ഒരു ഫാക്ടറി വരുന്നതും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കടം വാങ്ങുന്ന മനുഷ്യന്റെ ത്വരയെക്കുറിച്ച് രാവുണ്ണിയിലൂടെ പറയുന്നു. മനുഷ്യനെ കടക്കണിയിൽ പെടുത്തുന്ന കോർപ്പറേറ്റുകളെ കുറിച്ച്, സാധാരണക്കാരന്റെ നിത്യത്തിൽ ഇടപെടുന്ന കോർപ്പറേറ്റുകളെയും പണക്കാരെയും സമ്പന്നരുടെയും ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം മലയാള നാടകത്തിൽ വേറിട്ട ഒരു രീതിയിൽ ഒരു യുവ പ്രതിഭയായിട്ട് അദ്ദേഹം വന്നു. മികച്ച രീതിയിലുള്ള നാടകങ്ങൾ ചെയ്തു. തനത് നാടകവേദിക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. പരമ്പരാഗത രീതികൾ അദ്ദേഹം മാറ്റിപ്പണിതു. പുതിയ രീതിയിൽ നാടകം പറച്ചിൽ തുടങ്ങി. നാടകം അഭിനയത്തിലും മറ്റുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ്. തെറ്റുപറ്റില്ല, നിയമങ്ങൾ തെറ്റാതെ പാലിക്കുന്നത് കൊണ്ട് തച്ചനു തെറ്റുപറ്റില്ല എന്ന് പറയാണ്. തമ്പുരാട്ടിയുടെ പ്രയോഗമാണത്. തമ്പുരാട്ടി ഒരളവ് വരെ പ്രതീക്ഷയോടുകൂടി വാതിൽ കതകിന് അപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്നു. വാതിൽ കതകിനടുത്ത് വരെ എത്തിയിട്ട് ഒന്ന് മുട്ടാൻ നിൽക്കുന്ന ആ സമയത്ത് തൻ്റെ ഉള്ളിലെ ബോധം അയാളെ ഉണർത്തുകയാണ്. ഇത് തെറ്റാണ്, തമ്പുരാനില്ലാത്ത സമയത്ത് ഉയർന്ന ജാതിക്കാരിയായ തമ്പുരാട്ടിയുടെ മണിയറയിലേക്ക് താഴ്ന്നവനായ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധം. മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന വികാര വിക്ഷോഭങ്ങളെ പിടിച്ചു നിർത്തി തിരിച്ചു നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആ ഘട്ടം. തച്ചൻ എപ്പോഴും സ്വയം ആത്മനിയന്ത്രണങ്ങൾ, നിയമങ്ങൾ തെറ്റാതെ പാലിക്കുന്നവനാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു രംഗാണത്. ജാതി വ്യവസ്ഥകളും സമൂഹത്തിന്റെ വിധിവിലക്കുകളും തെറ്റിക്കാത്ത ഒരാളാണ് നമ്മുടെ പെരുന്തച്ഛൻ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആ രംഗത്തിൽ അതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തമ്പുരാട്ടി പറയണ തെറ്റുപറ്റില്ല ഈ പറഞ്ഞ തച്ചൻ, കാരണം അയാൾ നിയമങ്ങൾ തെറ്റാതെ പാലിക്കുന്നത് കൊണ്ട് എന്നൊരു പ്രയോഗം അവിടെ അതാണ് വരുന്നത്. അപസ്വരം നെയ്ത ശ്രുതി, താളം തെറ്റിയ പാട്ട്, തനിക്കു താളം തെറ്റി ആദ്യ താളം തെറ്റിയ പാട്ട്, അതാണ് നീ. എന്തൊക്കെയാണ് ഈ വാക്കുകൾ കൊണ്ട് കവിയുടെ സ്വഭാവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്? താളം തെറ്റിയ പാട്ട്, ഒരു പാട്ട് ഇങ്ങനെ പാടിപ്പോകുന്നു, താളം വേറെ, അതിന്റെ ട്യൂണ് വേറെ, അതിന്റെ വരികൾ വേറെ, ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. സ്വന്തം ജീവിതം തെറ്റിപ്പോയി, വഴി പിഴച്ചുപോയി എന്ന കവിയുടെ ഒരു തോന്നലും ആത്മകഥവുമാണിത്. മാത്രമല്ല അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം, കവിയുടെ ഒരു എന്താ പറയാ കുത്തഴിഞ്ഞ ജീവിതത്തെയൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്.
അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ ഓർക്കുക. സ്വന്തം അമ്മയെ കാണാൻ എത്ര വർഷം കഴിഞ്ഞാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളത്. മനുഷ്യബന്ധങ്ങളെയൊക്കെ അവിടെ സൂചിപ്പിക്കാം. ഇനി 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 10 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ അല്ലെ. 3 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അത് തനത് നാടക സങ്കേതങ്ങളെ കുറിച്ച്, മലയാളത്തിലെ തനത് നാടകങ്ങളുടെ ആരംഭം, വികാസം, ജി ശങ്കരപ്പിള്ള അടക്കം, അതുപോലെ കാവാലത്തെ കുറിച്ച്, CN ശ്രീകണ്ഠൻ നായരുടെ കലി മുതലാണ് അത് തുടങ്ങുന്നത്. അതുപോലെ CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയം നമ്മൾ ഓർക്കണം. അവനവൻ കടമ്പ, പിന്നെ അതുപോലെ കാവാല നാരായണ പണിക്കരുടെ നാടകങ്ങള്, രാവുണ്ണി കുടുക്ക പോലെയുള്ള നാടകങ്ങളുമായിട്ട് PM താജ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ ജി ശങ്കരപ്പിള്ളയുടെ എന്താണ് ഈ പറഞ്ഞ കറുത്ത ദൈവത്തെ തേടി, അതുപോലെ നമുക്ക് പഠിക്കുവാനുള്ള ഭരതവാക്യം, ഇതൊക്കെ ഉദാഹരണം വെച്ചിട്ട് ആ പ്രവണതകളെ കുറിച്ച്, തനത് നാടക സങ്കേതങ്ങളെ കുറിച്ച് പറയാം. അതിന്റെ ആരംഭം, വികാസം എങ്ങനെയായിരുന്നു, എന്താണ് അതിന്റെ ആരംഭം, വികാസം. നമ്മുടെ നാടകവേദി അടക്കം ഇപ്പോഴും ബ്രിട്ടീഷ് അല്ലെങ്കിൽ പാശ്ചാത്യ, ബ്രിട്ടീഷ് എന്നല്ല യൂറോപ്യ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അവിടുത്തെ അതേ നാടകത്തിന്റെ ശൈലിയിലാണ് നമ്മൾ നാടകം ചെയ്യുന്നത്. അങ്ങനെയല്ല, കേരളത്തിന്റെ തനത് നാടക ശൈലി വെച്ച് നമുക്കൊരു നാടകരൂപം സ്വന്തമായിട്ട് വേണമെന്ന ചിന്തയാണ് മലയാളത്തിൽ തനത് നാടകവേദി ഉണ്ടാക്കാൻ കാരണം. CN ശ്രീകണ്ഠൻ നായരും ജി ശങ്കരപ്പിള്ളയും അതുപോലെ കാവാല നാരായണ പണിക്കരൊക്കെയാണ് അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. ഉദാഹരണം ഇന്ന നാടകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുക. ഇനി കാഴ്ചകൾ അനുഭവങ്ങളുടെ സത്യസന്ധമായ സമഗ്രമായി വിശദീകരിക്കുന്ന ഒരു കൃതിയാണ് ഈ മോന്റെ മുകൾ തട്ടിൽ. ഇതിനെ ഒന്ന് സ്വാഭിപ്രായം, സ്വന്തം അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പൊ നമ്മളെ മുഴുവനായിട്ട് വായിക്കണം. തീർച്ചയായിട്ടും പറയാം. ഒരു അല്ലെ, അദ്ദേഹത്തിന്റെ ഗൗരീകുണ്ഡത്തെ കുറിച്ചുള്ള പ്രയോഗങ്ങൾ, പരാമർശങ്ങൾ, ഒരു പുണ്യ സ്ഥലങ്ങൾ അല്ലെ, കേദാർനാഥ്, ബദ്രീനാഥ്, ഇങ്ങനെയുള്ള രുദ്രപ്രയാഗൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ കുറെ അനുഭവങ്ങൾ, അത്ഭുതം നിറഞ്ഞ അനുഭവങ്ങൾ, അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, ഒരു ഗുഹയിലൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്ന സമയത്ത്, മരണത്തെ മുന്നിൽ കണ്ട സമയം, തന്റെ മുന്നിൽ വെച്ച് ഒരാൾ മരിച്ചു പോകുന്ന സമയം, ഭക്ഷണത്തെക്കുറിച്ചുള്ള ബോധം, കാൽനടയായിട്ടുള്ള യാത്രകൾ, ഇങ്ങനെയൊക്കെ സത്യസന്ധമായിട്ട് തുറന്നെഴുത്താണ് എഴുത്തുകാരൻ നടത്തിയത് എന്ന് പറയണം. ഓരോ മനുഷ്യരിലും ഒരു നടനുണ്ട് എന്ന ആശയം ഭരതവാക്യത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത്രയും നാൾ താൻ ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധവും പേറി ജീവിക്കുന്ന മനുഷ്യരാണ് എല്ലാ മനുഷ്യരും. ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു മിത്രം നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സാക്ഷി നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. തിരക്കഥാ സാഹിത്യം, അതിന് നമുക്കറിയാം, തിരക്കഥ എന്ന് പറഞ്ഞാൽ സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. അതിന്റെ തത്വങ്ങൾ എന്തൊക്കെയായിരിക്കും? സമഗ്രമായിരിക്കണം, അതിൽ ഓരോ ഷോട്ടുകൾ പറയണം, കൃത്യമായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വരണം, എന്തൊക്കെയാണ് വിശദീകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഏറെക്കുറെ പല ചോദ്യങ്ങളും ഇവിടെ വന്നതാണ്. ധനവാനോട് ചോദിച്ചു വാങ്ങുന്ന തേനിലും മധുരം ഒരു സാധു അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു കുമ്പിൾ ജനത്തിനാണ്. ഒന്നാമത്തെ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് എന്താണ് അത്? സ്വാമി എന്ത് ചെയ്യുന്നു? സ്വാമിയുടെ അടുത്തെത്തുന്ന സമയത്ത് നമ്മുടെ എഴുത്തുകാരനായ രാജൻ കാക്കനാടൻ ഗോവിന്ദനുമായിട്ടുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു. ഭിക്ഷ യാചിച്ച് കിട്ടിയിരുന്നത് പോലും പങ്കുവെക്കുന്നവരെ കുറിച്ച്, അത്രയും സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരെ കുറിച്ചുള്ള പ്രയോഗങ്ങൾ പറയുന്ന സമയത്ത് സ്വാമി പറയുന്ന വാക്കാണത്. ധനവാനോട് ചോദിച്ചു വാങ്ങുന്നതിലും തേനിനേക്കാൾ മധുരം ഒരു കുമ്പിൾ അറിഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു കുമ്പിൾ ജലത്തിനാണെന്ന് പറയാണ്. പിന്നെ CJ തോമസിനെ ആദ്യമായിട്ട് കണ്ട രംഗത്തെക്കുറിച്ച് ലേഖിക എങ്ങനെയാണ് റോസി തോമസ് പറയുന്നത് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, സാധാരണ രൂപത്തിൽ നിന്ന് കവിഞ്ഞൊരല്പം ഹൈറ്റ് കൂടിയ, ഉയരം കൂടിയ ആളാണ്, മെലിഞ്ഞ് നീണ്ട കൃതാവുമായിട്ട് അല്പം കൂനിക്കൂടി നടക്കുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ തനത് നാടകവേദിയുടെ ആദ്യകാല പരിശ്രമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്നെക്കുറിച്ചുള്ള ചിന്തയാൽ ആ മനം തപിക്കട്ടെ, കെടാത്തി പോലെ അതവിടെ എരിഞ്ഞു നിൽക്കട്ടെ, ഇത് വ്രണിതയായ സ്ത്രീയുടെ ശാപമാണ്. തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ സമയത്ത് നടിയോട് നടൻ അതിനെ നിഷേധിക്കുമ്പോൾ നടി പറയുന്ന ഒരു ശാപവാക്കാണത്. പിറന്ന മണ്ണിന്റെ വിളി, തൊണ്ടയിടറിയ വിളി, സൂചിതമെന്ത്. ഇത് നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന കവി P കുഞ്ഞിരാമൻ നായരുടെ അനുഭവമാണ് അവിടെ. ഞാൻ അന്വേഷിച്ച് വിവരം അറിയിക്കാം, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാം, മാഷും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ. മുൻപ് പരീക്ഷ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേര് തെറ്റിച്ചൊരു ചോദ്യമാണത്, ഈ 14ാമത്തെ ചോദ്യം. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മാഷ് എന്ന് വന്ന ഉടനെ തന്നെ എല്ലാവരും ഉത്തരം എഴുതാൻ പോണത് എന്തിനായിരിക്കും? നേരെ അത് തീർച്ചയായിട്ടും മാഷിനെ കുറിച്ചാണെങ്കിൽ CJ തോമസ്, റോസി തോമസിന്റെ അവിടെ മാഷായിരുന്നല്ലോ. അല്ല, ഇവിടെ കരുണാകരൻ, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനെ തൻ്റെ കരുണാകരന്റെയും സുഹൃത്തായ അധ്യാപകന്റെ കൂടെ കാണാൻ വേണ്ടി ഈച്ചരവാരർ ചെല്ലുന്നു. ആ സമയത്ത് തൻ്റെ മകന്റെ കാണാതായതിനെ കുറിച്ച് പറയുമ്പോൾ 2 മാർക്ക് ആയതുകൊണ്ട് ആണ്, അല്ലെങ്കിൽ 2 or 3 മാർക്കൊക്കെ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 3 മാർക്ക് 2 മാർക്കല്ല 3 മാർക്ക് ആയതുകൊണ്ടാണ് ഇത്ര ചുരുക്കി പറയുന്നത്. തൻ്റെ മകന്റെ കാണാതായതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, തിരോധാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു വാക്ക്, അങ്ങനെ ബുദ്ധിമുട്ട് പഠിച്ചു വെക്കണ്ട.
കാണാതായ തൻ്റെ മകനെ കുറിച്ച് പറയുമ്പോൾ വേണ്ടത് ഞാൻ ചെയ്യാമെന്ന് കരുണാകരൻ ഈശ്വരവാര്യരോടും ഒപ്പം വന്ന മാഷോടും പറയുന്ന രംഗാണത്. കല്ലിദേവിയായി കഴിഞ്ഞു അപ്പോൾ ആശാരി തീണ്ടാപ്പാടകല്. നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യം. പെരുന്തച്ഛൻ എന്ന കഥാപാത്രത്തെ വിലയിരുത്തുക. നല്ലൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ എഴുതാം. നല്ലൊരു ഒരു എസ്സേ ടൈപ്പ് എഴുതുമ്പോൾ ഒരു നല്ലൊരു ഹെഡിങ് കൊടുക്കാം. എന്താണ് പെരുന്തച്ഛൻ, അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ എസ്സേ ക്വസ്റ്റ്യനിലുള്ള ആ ഭാഗങ്ങളൊക്കെ ഇതിലേക്ക് ഇടാവുന്നതാണ്. പിന്നെ സമൂഹ സംവിധാന കേദാർനാഥിനെ കുറിച്ചുള്ള ഐതിഹ്യം വീണ്ടും ആവർത്തിച്ചതാണ്. പിന്നെ പുരുഷാധിപത്യത്തിന്റെ ബലിയാടുകളാണ് അബലകൾ, സ്ത്രീകൾ എന്ന തിരിച്ചറിവിലേക്ക് വീട്ടി ഭട്ടതിരിപ്പാട് എത്താനുണ്ടായ സാഹചര്യം നമുക്കറിയാം. അത് തൻ്റെ കാമുകിയായിട്ട് മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന അമ്മുക്കുട്ടി നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. കാളികമ്പിളി ബാബയുടെ പേര് ധർമ്മശാലക്ക്. കാളികമ്പിളി ബാബ ഒരുപാട് അവിടെ വരുന്ന തീർത്ഥാടകർക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന നല്ലവനായ ഒരാളായിരുന്നു. അങ്ങനെയാണ് അവിടെയുള്ള ധർമ്മശാലകൾക്ക് ആ പേര് വരുന്നത്. കുറിപ്പെഴുതുക, ജീവചരിത്ര സാഹിത്യം, ആത്മകഥയുടെ നേരെ ഓപ്പോസിറ്റ്. ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുക. അത് നമുക്ക് ഒരുപാട് കൃതികൾ എഴുതാവുന്നതാണ്. പാമരനായ മനുഷ്യൻ, ശൂന്യാകാശ വിദൂരതയിൽ കണ്ണയക്കാൻ അവന് കണ്ണാടി ഉണ്ടാകും, പക്ഷെ സ്വന്തം ഉള്ളു കാണാൻ അവൻ നോട്ടപ്പാട് പോലും കണ്ണയക്കില്ല. അത് പറയുന്നത് നമ്മുടെ മിത്രം, നമ്മുടെ നടനോട് പറയുന്ന ഡയലോഗാണ് അത്. മനുഷ്യൻ മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കുന്നില്ല. അവൻ പലപ്പോഴും ചെയ്യുന്നത് മറ്റുള്ളവരെയും അതുപോലെ അവന്റെ പരിധിക്ക് അപ്പുറത്തുള്ള ശൂന്യാകാശത്തേക്ക് പോലും നോക്കുന്നുണ്ട്. സ്വന്തം ഉള്ളിലും തെറ്റുകളെയും ആത്മവിചാരണയും കുറ്റബോധവും അവനവന്റെ പ്രവൃത്തികളെ കുറിച്ച് ഒരു വീണ്ടും വിചാരം മനുഷ്യൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഒരു ചോദ്യം, മകനും അച്ഛൻ തമ്മിലുള്ള മത്സരത്തിനപ്പുറത്ത് ഒരു സൗഹൃദം, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദം പെരുന്തച്ഛനുണ്ട്. എന്താണ് അത്? ഈ പറഞ്ഞ പെരുന്തച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രവും തമ്പുരാനും തമ്മിലുള്ള ബന്ധമാണ്. ബാക്കി എല്ലാ ചോദ്യങ്ങളും അതുപോലെ തന്നെ. 2021 കഴിഞ്ഞു. 22 വരുന്ന സമയത്ത് മനസ്സിൽ കൊത്തുന്ന വിഗ്രഹങ്ങളുടെ കാര്യത്തിലും അത് തന്നെ സത്യം. തൻ്റെ മനസ്സിൽ ഏറ്റവും ദൈവതുല്യനായിട്ട് കണ്ടിരുന്ന തമ്പുരാൻ വരെ, ആ തമ്പുരാൻ വരെ തന്നെ സംശയിച്ചു തമ്പുരാട്ടിയുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് എന്ന്. ആ സമയത്ത് കത്തുന്ന തീനാളത്തിന് മുന്നിൽ തൻ്റെ കൈ നീട്ടി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ പറയുന്ന മനസ്സിൽ കൊത്തുന്ന വിഗ്രഹങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കും. എൻ്റെ മനസ്സിലൊരു വിഗ്രഹമായിരുന്നു തമ്പുരാൻ, ആ തമ്പുരാൻ വരെ എന്നെ സംശയിച്ചില്ല, ആ വിഗ്രഹത്തിന് എന്ത് സംഭവിച്ചു? മങ്ങലേറ്റു എന്നാണ് പറയുന്നത്. ലൂമിയർ സഹോദരന്മാർ, ആ 6ാമത്തെ ചോദ്യം, അതായത് അപ്പോൾ നല്ലതും അനുഷ്ഠിക്കേണ്ട ചൂണ്ടിക്കാട്ടി വൈകാരിക പ്രലോഭനങ്ങളിൽ താണടിയാത്ത കരക്കെത്തിക്കാൻ കരുത്തുറ്റ ഒരു സ്ത്രീ സുഹൃത്ത് വാതിലിൽ മുട്ടുമ്പോൾ തുറക്കപ്പെടാത്ത ഹൃദയമുണ്ടോ? എന്താണ് സൂചിപ്പിക്കുന്നത്? അങ്ങനെ നല്ലതും വേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ചൂണ്ടിക്കാട്ടി വൈകാരിക പ്രലോഭനങ്ങളിൽ താണടിയാത്ത കരക്കെത്തിക്കാൻ കരുത്തുറ്റ ഒരു സ്ത്രീ സുഹൃത്ത് വാതിൽ മുട്ടുമ്പോൾ തുറക്കപ്പെടാത്ത ഹൃദയമുണ്ടോ എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ഒരു രംഗം, ആ ഒരു പ്രണയകാലം, അതൊക്കെയാണ്. അതിൽ അമ്മുക്കുട്ടിയെ കുറിച്ചുള്ള പരാമർശം. ലൂമിയർ സഹോദരന്മാരുടെ ക്യാമറ പകർത്തിയ ആദ്യ ദൃശ്യങ്ങൾ നമുക്കറിയാം. റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്ന് നിൽക്കുന്നത്, ഫാക്ടറിയിൽ നിന്ന് ആളുകൾ വരുന്നതും പോകുന്നതും ഒക്കെ. ഈശ്വരവാര്യരുടെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യം, അത് നമുക്കറിയുന്ന പോലെ എന്ത് ചെയ്യാണ്, പോലീസ് സ്റ്റേഷൻ, കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാവോയിസ്റ്റുകളെ, നെക്സലിസ്റ്റുകളെ തിരയുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരാൾ രാജ ഓടിക്കോ എന്ന് പറയുന്ന സമയത്ത് ആ രാജനാണ് ഈ രാജൻ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തതാകാം. പിറന്ന മണ്ണിന്റെ വിളി, തൊണ്ടയിടറി വിളി, നേരത്തെ നമ്മൾ പറഞ്ഞു. ഗൗരികുണ്ടിനെ കുറിച്ചൊരു കുറിപ്പെഴുതുക, 10ാമത്തെ ചോദ്യം. ഗൗരികുണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഗൗരികുണ്ട് എന്ന് പറയുന്നത് വളരെ ഒരല്പം കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വലിയ ആശ്വാസമായി എന്ന് എഴുത്തുകാരൻ പറയുന്ന ഒരു ഭാഗമാണത്. കാരണം ഗൗരികുണ്ട് എന്ന് പറയുന്ന ഒരു കുളിക്കടവാണ്. പാർവതി ദേവി തപസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്ന വിശ്വാസമൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. ഒരു കുളിക്കാനുള്ള ഒരു സ്ഥലമാണ്, ഒരു ഭാഗമാണ്. അതാണ് ഗൗരികുണ്ട് എന്ന് പറയുന്നത്. അപ്പം അത് പിന്നെ നമ്മുടെ ഹിമാലയ മുകൾ തട്ടിൽ രാജൻ കാക്കനാടൻ. കലാസൃഷ്ടിയിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങളെ അടൂർ എത്രയായി തിരിക്കുന്നു? അവ ഏവ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എത്ര ഏവ? 3 എണ്ണം അല്ലേ? പ്രചോദനം, പ്രകാശനം, പ്രചോദനം, പ്രയോഗം, പ്രകാശനം, ഈ 3 ആണ്. അത് ഒരു ചോദ്യം. ഓക്കെ. നമ്പൂതിരിമാർ പൂർവാധിക സ്വത്തും കുലമായുമായി നിലനിർത്താൻ എന്തൊക്കെയാണ് സാമൂഹിക സംവിധാനങ്ങൾ? നമ്പൂതിരിമാരിൽ മൂത്ത ആൾക്ക് മാത്രമേ സ്വന്തം സമുദായത്തിൽ നിന്ന് അഥവാ വേളി വിവാഹം പാടുള്ളൂ. മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യണം? അഥവാ അപ്പൻ നമ്പൂതിരിമാർക്ക്, ഈ പറഞ്ഞ പോലെ മൂസത നമ്പൂതിരിമാർക്ക്, ഒരു കുടുംബത്തിലെ മൂത്ത ആളുകൾക്ക്
അതേ അന്തർജനങ്ങളെ നമ്പൂതിരി സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാം. സ്വത്തൊക്കെ അതിനുള്ളിൽ തന്നെ നമ്പൂതിരി കുടുംബങ്ങളിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണത്. പുറത്തേക്കുള്ള മറ്റ് ജാതികളിലേക്ക് പോകുന്നതിനെ സംബന്ധം എന്ന രീതിയിൽ ഏർപ്പെടുത്തി. നേരത്തെ 13 നമ്മൾ മുമ്പ് പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ്. പുലിജന്മം എന്ന നാടകത്തിന്റെ ഇതിവൃത്തം ഒരു പുരാതന കഥയാണ്. പുലിയായും മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു ഗുരുക്കളുടെ കഥ പറയുന്നതാണത്. ഒരു 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 മിത്താണത് എന്നുള്ളത്. ഇനി തന്തമാർ മക്കളിൽ നിന്ന് കളി പഠിക്കണമല്ലോ പെരുന്തച്ചോ, അല്ലെ? അത് നമുക്കറിയാം. ഒരു പാലം പണിക്ക് ശേഷം കുട്ടികൾക്കും ജനങ്ങൾക്കും ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഒരു പാവ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന രീതിയിൽ ഒരു പാവയൊക്കെ പെരുന്തച്ഛൻ കെട്ടിയുണ്ടാക്കുന്നു. അതിന് പകരമായിട്ട് മകൻ വേറൊരു പാവ ഉണ്ടാക്കിയിട്ട് അച്ഛന്റെ പാവയുടെ മുഖത്തടിക്കുന്ന സമയത്ത് പെരുന്തച്ഛന് സ്വന്തം മുഖത്തടിച്ചൊരു ഇത് വരികയാണ്. അപ്പോൾ ഇത് കണ്ടു നിന്ന നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞതാണിത്. മക്കളിൽ നിന്ന് കളി തന്തമാർ പഠിക്കട്ടെ എന്ന്. ഇനി അടുത്ത 5 മാർക്കാണ്. പെരുന്തച്ഛൻ എന്ന കഥാപാത്രത്തെ വിലയിരുത്തുക, അല്ലെ? അതിന് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പെരുന്തച്ഛന്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു എഴുതുക, വേണമെങ്കിൽ ഒരു തലക്കെട്ടും കൊടുക്കുക. ഉത്സുകതയോടെ ഒരു പുതിയ തലമുറ അടിയായ്മയും കുടിയായ്മയും തകർത്ത് മുന്നേറുന്നതായിട്ട് ഞാൻ എൻ്റെ ഭാവനയിൽ തെളിഞ്ഞു കണ്ടു. എന്താണത്? വരാനിരിക്കുന്ന തലമുറയിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും, ജാതിക്കെതിരായിട്ടൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് എഴുത്തുകാരനായ VT ഭട്ടതിരിപ്പാട് സ്വപ്നം കാണുന്നതാണ് ഈ പറയുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യം വരുന്നത്, തങ്ങൾ തന്നെ സൃഷ്ടിച്ച ദൂഷിത വലയത്തിന്റെ ഉത്തരവാദിത്തം മറ്റൊരു ദുർബല കക്ഷിയിലേക്ക് ഒഴിച്ചുവിടാനുള്ള നിർബന്ധ ശ്രമം സിനിമയിലെ ഏത് പ്രവണതയെക്കുറിച്ചാണ് അടൂർ ഇപ്രകാരം പറയുന്നത്? അത് പല സംവിധായകരും പല സിനിമാ പ്രവർത്തകരും ഒരു കാര്യം ചെയ്യാറുണ്ട്. ഞങ്ങൾ എത്ര നല്ല കലയുള്ള എത്ര മികച്ച കഥയുള്ള സിനിമ ഉണ്ടാക്കിയിട്ടും കാര്യമല്ല, പ്രേക്ഷകർക്ക് ആ നിലവാരമല്ല, പ്രേക്ഷകർക്ക് അടിച്ചുപൊളി പാട്ടുകൾ, കഥയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കലയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറും കച്ചവട സിനിമകൾ മതി എന്നുള്ളൊരു അഭിപ്രായം പറയാറുണ്ട്. അത് ഉണ്ടാക്കിയെടുത്ത സത്യത്തിൽ സംവിധായകർ തന്നെയാണ്, അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ തന്നെയാണ്. നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ, മികച്ച നിലവാരമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ നിലവാരവും മാറും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ കൊച്ചെ, നിന്റെ അപ്പന്റെ ശമ്പളം കൊണ്ട് മാത്രം കഴിയുന്ന വിചാരം എന്താണ്? അത് CJ തോമസ് റോസി തോമസിനോട് പറയുന്നതാണ്. റോസി തോമസിന്റെ അച്ഛനായ MP പോളിന്റെ ട്യൂട്ടോറിയലില് അധ്യാപകനാണ് നമ്മുടെ CJ തോമസ്. അദ്ദേഹം അതുകൂടാതെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ അധ്യാപനം കൂടാതെ അവിടെ പല പുസ്തകങ്ങളിലെയും അവതാരികയും ചിത്രവും ഒക്കെ വരക്കുന്ന ഏർപ്പാട് അദ്ദേഹത്തിനുണ്ട്. ചിലർക്കൊക്കെ കോളം എഴുതി കൊടുക്കാറുണ്ട്, എഴുത്ത് എഴുതി കൊടുക്കും, നല്ല രീതിയിൽ ചിത്രങ്ങൾ വരക്കും, കവർ പേജൊക്കെ. അങ്ങനെയും പണം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയ റോസി തോമസിനോട് തിരിച്ചു പറയുന്നതാണിത്. 20ാമത്തെ ചോദ്യം ആവർത്തനാണ്. സ്ത്രീകളെ കുറിച്ച് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടാകാൻ കാരണം 23ാമത്തെ ചോദ്യം അമ്മുക്കുട്ടിയുടെ അനുഭവമാണ്. ഓക്കെ, ബാക്കിയെല്ലാം ഏറെക്കുറെ ഉള്ളത് തന്നെയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ ഹിംസകളുടെ നേർചിത്രം കരുതി വെച്ച ഒരു ലച്ചോറിൽ ഒരു മകനെ അവന്റെ ജഡം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അച്ഛന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് എത്രയോ അമ്മമാർ, എത്രയോ അച്ഛന്മാർ ഇതുപോലെ മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. നിരപരാധികൾ പലതരത്തിൽ വേട്ടയാടപ്പെട്ടതിനെയൊക്കെ നമുക്ക് അവിടെ സൂചിപ്പിക്കാം. രാജന്റെ തിരോധാനം അതിലൊന്നു മാത്രമാണ്. ഒന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അത് കവി P കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യത്തിന്റെ അന്വേഷണത്തെ കുറിച്ചാണ് ഈ പാഠഭാഗം. ഓക്കെ, പിന്നെ 2023 അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അജ്ഞാത പ്രപഞ്ച സൗന്ദര്യം ആവാഹിക്കുന്ന മനസ്സ് നഷ്ടപ്പെട്ട കാവ്യ കലായോഗി, അല്ലെ? അത് കവി P കുഞ്ഞിരാമൻ നായർ. ഗൗരികുണ്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റെ കലാസൃഷ്ടി 3 ഘടകങ്ങൾ: പ്രചോദനം, പ്രയോഗം, പ്രകാശനം. ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾക്ക് കാരണം നമുക്കറിയാം. പാവം വിളക്കൂതിക്കെടുത്തിയിട്ടും നിഴല് തിരയുന്ന കളിക്കൂത്ത്, അത് നമ്മുടെ നടനെ കുറിച്ച് നമ്മുടെ മിത്രം പറയുന്ന വാക്കുകൾ. ഗന്ധുവാളി മനുഷ്യരുടെ വേഷവിധാനങ്ങളെ കുറിച്ച് അത് നമ്മുടെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. എവിടെ? ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള യാത്രയിൽ അഭിനയ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത്. നാടകത്തില് വളരെ ചുരുക്കം ആളുകൾ ഉണ്ടായിരുന്നിടത്ത് സിനിമയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. സംഗീതത്തിന്റെ ആളുകൾ, അല്ലെ? സംഗീത സംവിധായകൻ, ഗായകൻ, ചിത്രകാരൻ, അതുപോലെ നാടകത്തിലെ തിരക്കഥാകൃത്തും സംവിധായകനും മാത്രം ഉള്ളിടത്ത് ഇവിടെ ഓരോന്നിനും ഓരോ സംവിധായകർ വരുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു. ശബ്ദ സംവിധായകൻ വരുന്നു, ശബ്ദ മിശ്രണം വരുന്നു.
പിന്നെ അതുപോലെ നൃത്ത സംവിധായകൻ, അങ്ങനെ ഓരോന്നിനും സംവിധായകരായിട്ടുണ്ട്. കവിയുടെ കാൽപ്പാടുകൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് മറ്റു ആത്മകഥകളിൽ നിന്ന്? കവിത പോലെയുള്ള ഒരു ആത്മകഥയാണത്, അല്ലേ? വായല വാസുദേവൻ പിള്ളയുടെ തനനാടക ദർശനം, അത് സ്വന്തമായിട്ടൊരു നാടക പാരമ്പര്യം വേണം എന്ന ചിന്തയിൽ നിന്ന് വന്നതാണ്. പെരുന്തച്ഛനും മകനും തമ്മിലുള്ള അന്തർസംഘർഷം എന്താണ്? മകൻ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു, അച്ഛൻ പണം വാങ്ങാത്തതിനെ ചോദ്യം ചെയ്യുന്നു. മകന്റെ നിഷേധത്തെ എതിർക്കുന്നുണ്ടെങ്കിലും മകൻ ചോദിക്കുന്നതിൽ സത്യസന്ധതയും യാഥാർത്ഥ്യവും തിരിച്ചറിയുന്നു. പണിയില്ലാതെ ഒരു മുണ്ടിന് വേണ്ടിയിട്ടാണ് അച്ഛൻ എല്ലാ വർഷം ഇവിടെ വന്ന് തൊഴുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. സഞ്ചാര സാഹിത്യ കൃതികൾ സമഗ്രമായിരിക്കണം, വിശദമായിരിക്കണം, എല്ലാത്തിനെയും സ്പർശിക്കണം. കേവലം യാത്രാ അനുഭവം എന്നുള്ളതിന്റെ അപ്പുറത്ത് ചരിത്രത്തെയും സാഹിത്യത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കണം, അവിടുത്തെ ജീവിത രീതിയെ കുറിച്ചൊക്കെ കാണിക്കണം. ജി ശങ്കരപ്പിള്ളയുടെ ഭരതവാക്യം ഒരു മനുഷ്യന്റെ കുറ്റബോധം നിറഞ്ഞ വീണ്ടും വിചാരങ്ങളാണത്. മലയാള നാടക സാഹിത്യ ചരിത്രത്തിൽ സംഗീത നാടകങ്ങൾ, ഒരു കാലഘട്ടത്തിൽ തമിഴ് സംഗീത നാടകങ്ങളായിരുന്നു നമ്മളെ ഭരിച്ചിരുന്നത്. സംഗീതത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു, കൂടുതൽ മനോഹരമായിട്ടുള്ള സംഗീത നാടകങ്ങൾ ഉണ്ടായി. മലയാള നാടകത്തില് നാടകം ഒരു തൊഴിലായി മാറാൻ കാരണം സംഗീത നാടകങ്ങളാണ്. കേദാർനാഥ് ബാക്കിയൊക്കെ വന്നതാണ്. ഒരു സംവിധാനം ഒരു കലയെ പരാമർശിക്കും. സിനിമ എന്ന പറഞ്ഞാൽ സംവിധാനം ഒരു കല തന്നെയാണ്, കാരണം എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കുന്നവരാണ് സംവിധായകൻ, അല്ലെ? മിത്രത്തെ കുറിച്ച് എഴുതാനും, മിത്രം എന്നുള്ളത് നമ്മുടെയൊക്കെ ആത്മബോധം, നമ്മളെ ഉള്ളിലെ ചിന്തകളാവും, നമ്മുടെ മനസ്സാക്ഷിയൊക്കെ ആകാം. ഇവൻ എൻ്റെ പ്രിയ സീജയിൽ കലർപ്പില്ല, സത്യസന്ധമായിട്ടുള്ളതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പെരുന്തച്ഛൻ എന്നുള്ളതിനെ തകർച്ചയാണ്, സദാചാരബോധം ഒരു മനുഷ്യനെ എത്രത്തോളം കൊണ്ടെത്തിക്കും. സ്വന്തം മകനെ കൊല്ലാൻ വരെ അയാളെ പ്രേരിപ്പിച്ചത്, അത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. സ്വന്തം മകനെ കൊല്ലാൻ വരെ പ്രേരിപ്പിച്ചത് പെരുന്തച്ഛനെ അക്കാലത്തെ ജീവിതവും വിശ്വാസങ്ങളും ഒക്കെ ആയിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് എഴുതാവുന്നതാണ്. വളരെ നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതുക. എക്സാമിന് വേണ്ട കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും നമ്മൾ മുന്നേ പറഞ്ഞു, മറ്റു കാര്യങ്ങൾ എഴുതി ചേർക്കാം. താങ്ക് യു ഓൾ.